നമ്മൾ ഹോം ബേക്കേഴ്സിന് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ വൺ ഓഫ് ദ ബെസ്റ്റ് കസ്റ്റമർ എന്ന് പറയാനായിട്ട്. അതുപോലെ ഒരു ബെസ്റ്റ് കസ്റ്റമറിൻ്റെ വെഡ്ഡിങ് കേക്കാണ് കേട്ടോ ഇന്ന് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു ഗ്രൂം എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേക്ക് മേടിച്ചിട്ടുള്ള ഒരാളായിരിക്കും. നമ്മളെപ്പോഴും നമ്മുടെ ഫേവറേറ്റ് കസ്റ്റമേഴ്സിന് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ചെയ്യുമല്ലേ. അപ്പം അങ്ങനെ ആൾ പിന്നെ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള കേക്ക് തന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. ആളിന് നല്ലൊരു ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഗ്രൂപ്പ് മാത്രമല്ല ബ്രൈഡും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നല്ല സ്പെഷ്യലായിട്ട് തന്നെയാണ് കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ നമ്മൾ അവിടെ എത്തിയ സമയത്ത് ഗ്രൂമിൻ്റെ ഫ്രണ്ട്സ് ഗ്രൂമിനായിട്ട് അമ്മാനമാടുമായിരുന്നു കേട്ടോ. സ്റ്റേജ് മൊത്തം അവർ പൊളിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും സ്റ്റേജിനെ അവർ ഒരു വിധം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റേജ് നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു നടക്കുന്ന സമയത്തൊക്കെ. എനിക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പാടുപെടേണ്ടി വന്നു. പിന്നെ ഗ്രൂമിൻ്റെ ഏട്ടനും അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം അവർ നടക്കുന്ന സമയത്ത് ഇങ്ങനെ നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട്. ഈ ഡെസ്റ്റിനേഷനിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യുന്ന കേക്ക് ഉണ്ടല്ലോ അത് ഒന്നൊന്നര പാട് തന്നെയാണ് കേട്ടോ. കാരണം സ്റ്റേജിൽ ഫുൾ ഫോട്ടോഷൂട്ടായിരിക്കും. അതിനിടയിൽ സമയം കണ്ടെത്തിയിട്ട് വേണം നമുക്ക് അവിടെ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട്. വേറെ സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാനും പറ്റില്ല ഇതുപോലത്തെ കേക്ക്. അങ്ങനെ ഒരു വിധം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ ഒക്കെ കൂടെ നിന്നിട്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവർ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും നമുക്കൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.